ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തെടുത്ത എൻ്റെ ഒരു ചെറിയ അടുക്കളത്തോട്ടമാണ്. എനിക്ക് വളരെ സ്ഥലപരിമിതി ഉണ്ട്. എൻ്റെ വീടും സ്ഥലവും ഇരിക്കുന്നത് വീടിരിക്കുന്ന സ്ഥലം കൂടെ ഒരു 3.25-4 സെൻറ്റിൻ്റെ അടുത്തേ ഉള്ളൂ. അപ്പം വളരെ സ്ഥലപരിമിതി ഉണ്ട്. അവിടെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ചെറിയ ഒരു അടുക്കളത്തോട്ടം അല്ലെങ്കിൽ എൻ്റെ ഫ്രൂട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമ്മൾ ഇത് എൻ്റെ ബെറാപ്പിളാണ്. ആപ്പിൾ ഇപ്രാവശ്യം ചെറുതായിട്ട് പൂത്ത് ചെറിയ കായ്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആപ്പിളിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ ബെറാപ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ ചെറുതായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബെറാപ്പിൾ. ഇത് ഞാൻ ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും വലുപ്പമാക്കി എടുത്തത്. ഇത് ഞാൻ ഒരു വലിയൊരു ബിഗ് സൈസ് പോട്ടിലാണ് നട്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ നാരകമാണ്, നമ്മുടെ സാദാ ലെമൺ. ഇത് ഞാനൊരു പോട്ടിലാണ് നട്ടിട്ടുള്ളത്. ഞാൻ അന്നേ പറഞ്ഞല്ലോ വളരെ സ്ഥലപരിമിതിയാണ്. അപ്പം നിലത്ത് കുഴിച്ചിടാനായിട്ടുള്ള സ്ഥലം കുറവാണ്. അതുകൊണ്ട് ചിലതൊക്കെ പോട്ടിൽ തന്നെയാണ് നട്ടിട്ടുള്ളത്. ഇതിന് മണ്ണും ഇതൊക്കെയും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം ഇത്രയും വലിപ്പമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശംഖുപുഷ്പമാണ്. നമ്മുടെ ബ്ലൂ ടീ പോലെയുള്ളതിന് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇതിലിപ്പോൾ ഒരു പൂവ് വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ ഇത് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർ വാഴയാണ്. ഈ കാണുന്ന അലോവേറയുടെയാണ്. ഇതും പോട്ടിലാണ്. പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വാഴയാണ്. ഇത് പല ടൈപ്പ് വാഴയുണ്ട് ഇതിൻ്റെ അകത്ത്. ആദ്യം എനിക്ക് ഇത്രയും സ്ഥലത്ത് മാത്രമേ എനിക്ക് മണ്ണ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു പല ടൈപ്പ് ഓഫ് വാഴ നട്ടു. ഇതിപ്പോൾ ഒരു 10 മാസത്തോളം ആയി. എൻ്റെ വാഴയിൽ ഒരു കൊല കായ്ച്ചിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഏത്തവാഴയാണ്. അത്യാവശ്യം ഒരു വലിയ കൊല തന്നെയാണ് ഉള്ളത്. ഞാൻ ഇവിടെ ഈ വാഴയൊക്കെ നട്ടപ്പോൾ എന്നോട് എൻ്റെ നെയ്ബേഴ്സൊക്കെ പറഞ്ഞ് ഈ മണ്ണിൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ വളരെ വിഷമത്തിലാണ് ഞാൻ ഇത് കൃഷി ചെയ്തത്. പക്ഷേ എനിക്ക് കറക്റ്റ് 8 മാസമായപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം വലിയ ഒരു കൊല തന്നെ കായ്ച്ചിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ ഇതെൻ്റെ പല വെറൈറ്റിയാണ്. ഇത് പിന്നെ നമ്മുടെ ഒരു കാന്താരി മുളകിൻ്റെ തൈയാണ്. കാന്താരി മുളകിൻ്റെ തൈയാണ്. ഇതിലും ചെറുതായിട്ട് മുളകൊക്കെ വന്നിട്ട് ഉണ്ട്. മുളക് വന്നിട്ടുണ്ട്. ഈ വാഴ ഇത്രയും വലുതായി കൊലച്ച് നിൽക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശം ഇവിടെ കിട്ടുന്നത് കുറവാണ്. അതുകൊണ്ടാണ് ഇതിൽ അധികം പൂ പിടിക്കാത്തത്. പിന്നെ ഇത് ഒരു ചെറിയ ഒരു തെങ്ങാണ് നട്ടിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളുടെ എന്താ പറയുക, ചെമ്പരത്തിയാണ്. നമുക്ക് തലയിലൊക്കെ താളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് നട്ടുപിടിപ്പിച്ചാണ്. ഇത് റെഡ് ലേഡിയുടെ ഒരു പപ്പായയാണ്. പപ്പായയിലും പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ നട്ടിട്ടുള്ളത് പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് ഇത് ഞാൻ നട്ടിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ട് ഞാൻ ഒരു പൈനാപ്പിളിനെ നട്ടിട്ടുണ്ട്. അതൊരു ഫ്രൂട്ട് കവറിലാണ് നട്ടിട്ടുള്ളത്. മാഷാഅല്ലാഹ് അത്യാവശ്യം വലുപ്പമായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ലേഡീസ് ഫിംഗറാണ്. ഇതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞു. ഇനി ഇതൊക്കെ നമ്മൾ മാറ്റി നടാനുണ്ട്. ഇത് ഞാൻ പച്ച കളറ് ചീര വിത്ത് പാകിയിട്ടുള്ളതാണ്. അത് ഇത്രയും കിളുത്ത് വന്നിട്ടുണ്ട്. ഇത് ചുമന്ന കളറ് ചീരയുടെ വിത്ത് പാകിയിട്ടുള്ളതാണ്. ഇതിലൊക്കെ ഇത് അത്യാവശ്യം കിളുത്ത് വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് കണ്ണിനൊക്കെ വളരെ ആരോഗ്യമുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ നല്ല ഒരു ടൈപ്പ് കറിവേപ്പിലയാണ്, നല്ല മണമുള്ളത്.
ഇത് പേരയാണ്. ഇതിലിപ്പോൾ കാ പിടിച്ചിട്ടില്ല, പക്ഷെ നല്ല മധുരമുള്ള ടേസ്റ്റ് ആയിട്ടുള്ള 3 കാ ഇത് കിട്ടി. ഇത് ഇത്രയും ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളതും നമ്മുടെ പോട്ടിൽ തന്നെയാണ്. കാരണം എൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊക്കം കൂടിയ സൈഡാണ്. അപ്പോൾ ഇവിടെ മണ്ണ് മീൻസ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴിയാണ്, മീൻസ് കുഴിയല്ല, ഒരു താഴെയാണ്. അവിടെ വേറെ വീടുകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം ഇവിടെ പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇതും എൻ്റെ വേറെയുള്ള ഞാൻ ഗ്രോ ബാഗിൽ വെച്ച പൊന്നാങ്കണ്ണി ചീരയാണ്. ഇതൊക്കെ പറിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് കറി വെച്ചതിന് ശേഷം പിന്നെ അത് വളർന്നു വരുന്നതാണ്. ഇത് എൻ്റെ ബുഷ് ഓറഞ്ചാണ്. ഇതിലും കായ്കൾ പിടിച്ചിട്ടുണ്ട്. ബുഷ് ഓറഞ്ചിലും കായ്കൾ പിടിച്ചിട്ടുണ്ട്, അത്യാവശ്യം കായ്കൾ പിടിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അലോവേറയാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ പെട്ടെന്ന് വന്ന് നമ്മൾക്ക് മുടിയിൽ തേക്കാനൊക്കെ ആയിട്ട് നമ്മൾക്ക് എടുക്കാം. പിന്നെ ഇതും പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് ഞാൻ പുതിയ ഒരു ചീര പോട്ടിൽ നട്ടാണ്. ഇതും എനിക്കൊന്ന് ചില്ലിയാണെന്ന് തോന്നുന്നു. ഇതിലും ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലവേഴ്സൊക്കെ വന്നിട്ട് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ ഒരു റെഡ് ഗോവ എന്നോ അങ്ങനെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇതുവരെയായിട്ടും കായ്ച്ചിട്ടില്ല. 8 മാസത്തോളമായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് കിളുക്കുന്നൊക്കെ ഉണ്ട്. ഇത് എൻ്റെ വേറൊരു ടൈപ്പാണ്. ഇത് വെറിഗേറ്റഡ് ഗോവയാണ്. ഇതിൻ്റെ ലീഫ് കണ്ട ഒരു പ്രത്യേകമാണ് എന്ന് പറഞ്ഞാൽ സൈഡിൽ എന്താണ് കണ്ടില്ലേ, വെള്ള കളറ് ബോർഡേഴ്സാണ് ഉള്ളത്. ഇത് വെരിഗേറ്റഡ് ഗോവയാണ്. പക്ഷേ ഇതിൽ വെരിഗേറ്റഡ് ഗോവയുണ്ട്, നമ്മുടെ സാധാ ഉള്ള ഒരു ടൈപ്പ് ഗോവയും ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2 ഭാഗം വെരിഗേറ്റഡ് ഗോവയും ഒരു ഭാഗം വേറൊരു ടൈപ്പാണ്. പക്ഷേ 2 ടൈപ്പിലും കാ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പൂവൊന്നും ഇടുന്നില്ല. എന്നാലും അത്യാവശ്യം കാ കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പാണ്. നമ്മൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് വേണം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേറയാണ്. അലോവേറ ഞാൻ എൻ്റെ തൈകൾ മാറ്റി ഗ്രോ ബാഗിൽ നട്ടതാണ്. ഇത് വഴുതനങ്ങയാണ്. അപ്പോൾ ഞാൻ ഇത്രയും കൃഷി ചെയ്തതിൽ എനിക്ക് മനസ്സിലായി എൻ്റെ ഇവിടെ വഴുതനങ്ങ തീരെ ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടായി. പക്ഷെ അതിൽ കായിൽ നല്ല പുഴുവൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഞാൻ വഴുതനങ്ങ തൈ നടലില്ല. പിന്നെ ഇത് ഞാൻ റെഡ് ചീര ഞാൻ വിത്ത് പാകിയതാണ്. ഇത് പച്ച ചീരയാണ്. ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് ഒരു ടൈപ്പ് ആപ്പിൾ ചെറി എന്ന് പറയും. പക്ഷേ ആപ്പിൾ ചെറി നല്ല ടേസ്റ്റാണ്. ഇതിലിപ്പോൾ ഇഷ്ടം പോലെ അടുത്ത സീസണിലോട്ടുള്ള ഇഷ്ടം പോലെയുള്ള പൂവ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കാ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ആപ്പിൾ ചെറിയുടെ പൂവ് അത്യാവശ്യം പൂവിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ സപ്പോട്ടയുടെ തൈയാണ്. ഇതിലൊരു സപ്പോട്ടയുടെ തൈയിലൊരു ചീരയുണ്ട്. സപ്പോട്ടയുടെ തൈയാണ്. ഇതിൽ നല്ലൊരു കായ്ച്ചിട്ടുണ്ട്. സപ്പോട്ടയുടെ പഴുക്കാനായിട്ടില്ല, വിളഞ്ഞിട്ടും ഇല്ല. ഇതെങ്ങനെ വിളഞ്ഞതെന്ന് മനസ്സിലാവണം, എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സപ്പോട്ട വിളഞ്ഞിൽ നോക്കാം. ഇതിൻ്റെ കുറേ പൂക്കൾ ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുഞ്ഞു പുതിയ കായ്ക്കളും ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തത് എൻ്റെ ഒരു പ്രത്യേക വെറൈറ്റി പേരയാണ്. ഇത് ഏത് ടൈപ്പ് പേരയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ധാരാളം പേരയിലുണ്ടാകുന്ന മുഞ്ഞ രോഗം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ മുഞ്ഞയ്ക്കുള്ള മരുന്ന് അടിച്ചപ്പോൾ നന്നായിട്ട് ഇതായി. അത് എങ്ങനെ മുഞ്ഞയ്ക്കുള്ള മരുന്ന് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഞ്ഞ അഫക്റ്റ് ചെയ്ത എല്ലാ പാർട്ടും ഞാൻ വെട്ടിക്കളഞ്ഞ് മീൻസ് പ്രൂൺ ചെയ്ത് കളഞ്ഞിട്ട് ഈ മുഞ്ഞയുടെ മരുന്ന് ഞാൻ ആക്കി. എനിക്ക് വളരെ സംശയമായിരുന്നു. ഒരു ഇല പോലും ഇല്ലാതെ വെറും എൻ്റെ ഒരു സ്റ്റെമ്പിൻ്റെ ഒരു പൊട്ട് മാത്രമാണ് നിർത്തി. എനിക്ക് വളരെ വിഷമമായിരുന്നു. പക്ഷേ എന്താ പറയുക, നല്ല പോലെ തഴച്ച് പിന്നീട് ഇത് വളർന്ന് ഇതിൽ കുറേ കായ്കൾ ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, കുറേ കായ്കൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ മുന്നേക്ക് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
കണ്ടോ, നല്ല പോലെ ഇതായിട്ടുണ്ട്. നല്ല പോലെ ഇതിൽ കായ്ഫലം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അടുത്തത് എൻ്റെ സീഡ്ലെസ് ലെമണാണ്. ഇതിലും ഇതാ പുതിയ കായ്കൾ പൂ വന്ന് കായാവാനായിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി കായ്ച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുള്ള് കുത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കടയണ പോലത്തെ വേദനയാണ്. നാരകത്തിൻ്റെ മുള്ള് കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ഞാൻ സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് എടുത്താണ്. ഇതും പോട്ടിൽ തന്നെയാണ് നട്ടിട്ടുള്ളത്. ഇത് ഒരു കറിവേപ്പാണ്. ഇത് നമ്മുടെ എന്താ പറയുക, പ്രോ മാഗ്നറ്റാണ്. ഇതൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് പൂക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് അടുത്ത സെറ്റ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് പിന്നെ നമ്മൾ ചട്ടിയിലൊക്കെ നടുന്ന മുരിങ്ങയാണ്. ഞാൻ വിത്ത് കുഴിച്ചിട്ടപ്പോഴാണ് ഇത്രയും പൊക്കത്തിന് 2 സെറ്റ് മുരിങ്ങ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് പപ്പായയാണ്. പക്ഷെ ഈ മറ്റേ റെഡ് ലേഡിയിൽ പൂവെങ്കിലും ഇടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഇത് ഇങ്ങനത്തെ പോട്ടിൽ വെക്കണതിൽ പൂവ് ഇടുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൂവിടാനും കാ പിടിക്കാനും എന്തെങ്കിലും ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ട് തരണേ. ഇത് എൻ്റെ എന്താ പറയുക, മൈലാഞ്ചിയുടെ തൈയാണ്. ഇത് എൻ്റെ അലോവേറയാണ്. ഇത് ഇഞ്ചിയാണ്. ഇത് അലോവേറ തൈ മാറ്റിയതാണ്. സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് ആണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാണ്. ഇത് തുളസി വെച്ചതാണ്. പക്ഷേ തുളസിയുടെ ഇതിൽ കൂടെ എന്താ പറയുക, നമ്മുടെ പാവയ്ക്കയും ഇതിൻ്റെ അകത്ത് ഉണ്ട്. കുറേ പാവയ്ക്ക എനിക്ക് കിട്ടി. ഞാൻ പറിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിലൊക്കെ പാവയ്ക്ക കാഴ്ച കിടക്കണത്. ഇത് വെണ്ടയുടെ മരമാണ്. വെണ്ട ലേഡീസ് ഫിംഗർ. ഇതിൽ മുളകിൻ്റെ തയ്യുണ്ട്. പിന്നെ ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. ഇതിൻ്റെ അകത്തുണ്ട് കറിവേപ്പിലയും ശംഖുപുഷ്പവും. ഇനി എനിക്ക് പിന്നെ ഉള്ളത് ആകെക്കൂടെ ഈ ഒരു സൈഡിൽ മാത്രമേ പിന്നെ എനിക്ക് മണ്ണുള്ളൂ. ഈ ഒരു സൈഡിൽ കൂടെ മാത്രമേ ഇത്രയൊരു വശം മാത്രമേ എനിക്ക് കണ്ടില്ലേ മണ്ണുള്ളൂ. ഈ മണ്ണുള്ളിടത്ത് കണ്ടില്ല ഒരു മുരിങ്ങ നട്ടിട്ടുണ്ട്. അതിലിഷ്ടം പോലെ പൂ പിടിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? പൂ പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഞാൻ എന്താ പറയുക, അഗസ്ത്യച്ചീര നട്ടിട്ടുണ്ട്. അതിലും പൂ പിടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ അഗസ്ത്യച്ചീര പൂത്തത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇത് മാവ്. ഇത് കോട്ടൂക്കോണമാണ്. കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് ഇത് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഈ മുരിങ്ങ വളർന്നപ്പോഴത്തേക്ക് സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്രാവശ്യം പൂവിടാത്തത്. ഇത് ബനാന സപ്പോട്ട എന്ന് പറഞ്ഞ് ഇതും അങ്ങനെ തന്നെയാണ്. ഈ മുരിങ്ങ നന്നായിട്ട് വളർന്നത് കൊണ്ട് ഇതിനിപ്പോൾ വെയിൽ കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഇനി ഇത് റംബുട്ടാനാണ്. റംബുട്ടാനും അത്യാവശ്യം നന്നായിട്ട് വളരുന്നുണ്ട്. ഇത് എൻ്റെ വേപ്പാണ്, ആര്യവേപ്പ്. അതും ഇതാവുന്നുണ്ട്. പിന്നെ അത് അവിടെ ഉള്ളത് പനീർക്കൂർക്കയാണ്. നമ്മൾ എന്താ പറയുക, ജലദോഷത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചുക്ക് കാപ്പി ഇടുന്നതിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് എൻ്റെ പാഷൻ ഫ്രൂട്ടാണ്. ഇത് വളർന്ന് ആകെ വള്ളി പോലെ ആയിട്ടുണ്ട്. പക്ഷേ മാഷാഅല്ലാഹ് അതിൽ 2 കാ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ വൈറ്റ് ഞാവലാണ്. അതും വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്തത് എൻ്റെ മൽബറിയാണ്. ഒരു ബെറീസ് വീട്ടിൽ വേണമല്ലോ എന്ന് വിചാരിച്ച് മൽബറി മേടിച്ച് നട്ടാണ്. ദാണ്ടിൽ ഇതിൻ്റെ അകത്ത് ഒക്കെ എന്താ പറയുക, ചെറിയ ചെറിയ കായ്കൾ പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ കായ്കൾ പിടിച്ചിട്ടുണ്ട്. ഇതും ഒരു നാരകമാണ്. പിന്നെ അവിടെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റൊക്കെയാണ്. ഇത് പോളിനേഷനൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഫ്ലവർ ഇതാക്കുന്ന പൂക്കളൊക്കെ വേണം. എന്നാലേ പോളിനേഷനൊക്കെ കറക്റ്റായിട്ട് നടന്ന് നമുക്ക് കായ്കൾ പിടിക്കുള്ളൂ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഇത് 2 ടൈപ്പ് എന്താ പറയുക, പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയലറ്റ് കളറ് പൂവുള്ളതും പിന്നെ വെള്ള കളറ് പൂവുള്ളതുമാണ്.
പിന്നെ ഇതൊക്കെ കുറച്ച് മണി പ്ലാന്റ്സ്, ഓർക്കിഡിൻ്റെ ടൈപ്പ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ എന്താ പറയുക ഒരു അടുക്കളത്തോട്ടം. ഇതിൻ്റെ മുന്നേ എനിക്ക് പല ടൈപ്പ് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അതിൻ്റെ സീസൺ കഴിഞ്ഞു. അടുത്തത് ഞാൻ കാണിച്ചതല്ല ചീരയൊക്കെ നട്ടിട്ടുള്ളത്. അപ്പോൾ ചീരയും ലേഡീസ് ഫിംഗറുമാണ് എനിക്കിവിടെ കൂടുതലായിട്ട് കായ്ച്ചിട്ട് ഉള്ളത്. തക്കാളി നട്ടു, അത് വലുതായിട്ട് കായ ഉണ്ടായിരുന്നില്ല. വഴുതനങ്ങ ഞാൻ പറഞ്ഞു അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മണ്ണിന് നമ്മുടെ ഇവിടെ ചേർന്ന പച്ചക്കറിയാണ്. പിന്നെ ഞാൻ ഇപ്പോഴത്തെ ട്രിപ്പ് ഇതാക്കിയത് ചീരയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ചീര മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. എൻ്റെ അടുക്കളത്തോട്ടം വളരെ സ്ഥലപരിമിതിയാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിന് ഞാൻ എന്തൊക്കെ ഒന്നാമത്തെ സമയമില്ല, എനിക്ക് ജോലിക്കൊക്കെ പോകാനുള്ളതാണ്, പിന്നെ 2 കുഞ്ഞുമക്കളുള്ളതാണ്. എന്നാലും ഞാൻ ഇത്രയൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും സ്ഥലപരിമിതി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനിടുന്ന വളങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി. അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണിച്ചു തരാവുന്നതാണ്. താങ്ക് യു.